തൃശ്ശൂർ വലിയ മൈതാനം ഉണ്ടെന്നൊക്കെ മറ്റേ തേക്കങ്കാട് മൈതാനം അവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യം ഒറ്റ നോട്ടത്തിലാണ്. പണ്ട് കാലത്ത് പറയും ആറാട്ടുപുഴ പൂരത്തിൻ്റെ പന്തത്തിനുള്ള എണ്ണ ഉണ്ടെങ്കിൽ 100 തൃശ്ശൂർ പൂരം നടത്തുന്നത്, അങ്ങനെ എന്തോ ഒരു ചൊല്ലി പറയണ കേൾക്കാം. വേണമെങ്കിൽ കണ്ടാൽ മതി, അങ്ങനെയല്ല. ഇത് മസ്റ്റായിട്ട് നമ്മളിപ്പോൾ മസ്റ്റ് വാച്ച് എന്നൊക്കെ പറയില്ല, അതേപോലെ എന്തായാലും കണ്ടിരിക്കണം. അത്രയും നല്ല എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും. ആറാട്ടുപുഴ പൂരം എന്ന് പറഞ്ഞ് തുടങ്ങിയത് 1442 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിന് മുൻപുണ്ടായിരുന്നത് പെരുമനം ഗ്രാമം ആണ് ഇവിടെ അറിയപ്പെടുന്നത്. പെരുമനം ക്ഷേത്രത്തിലെ ഉത്സവം നടന്നിരുന്നു, ഒരു 28 ദിവസത്തെ ഉത്സവം. ആ ഉത്സവത്തിൻ്റെ ആറാട്ടാണ് ശരിക്കും ഇവിടെ ആറാട്ടുപുഴ പൂരമായിട്ട് മാറിയത്. കാലക്രമേണ പെരുമനം ഉത്സവം നിന്നുപോയപ്പോൾ നമ്മുടെ ആറാട്ടുപുഴ പൂരം തുടർന്നുകൊണ്ടേയിരുന്നു. ആറാട്ട് ദിവസം ഇവിടെ പള്ളിവേട്ട, ആ പള്ളിവേട്ടയായിട്ട് മാറി ഇവിടെ ഉത്സവം, ആ പൂരം നടന്നുകൊണ്ടിരുന്നു. ആ പൂരത്തിനിപ്പോൾ 1442 വർഷത്തെ പഴക്കമുണ്ട്. അത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. തലമുറ കൈമാറിയിട്ട് അത് കൊല്ലം തോറും കൂടുതൽ ആകർഷകമാക്കി തീർത്തിരിക്കുകയാണ്. കുട്ടിക്കാലത്ത് അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കൂടെ പൂരം കണ്ടിട്ടുണ്ട്, മുത്തശ്ശൻ്റെ കൂടെ പൂരം കണ്ടിട്ടുണ്ട്. മുത്തശ്ശൻ്റെ കൂടെ പൂരം കാണാൻ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ അന്നൊക്കെ പണ്ട് പൂരങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ ഓരോ അവകാശ കട്ടിലുകളുണ്ട്. ഓരോ തറവാട്ടുകാർക്ക് അവകാശമായിട്ട് ക്ഷേത്ര സമിതി തന്നെ, പൂര കമ്മിറ്റി തന്നെ അവിടെ കട്ടിലുകളൊക്കെ ഒരുക്കും. അപ്പോൾ മുത്തശ്ശൻ്റെ കൂടെ ആ കട്ടിലും ഇരുന്ന് ഒരു തവണ പൂരം കണ്ട ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ്റെ ഒപ്പം അല്ലെങ്കിൽ അച്ഛൻ്റെ ഒപ്പം അങ്ങനെയൊക്കെയാണ് പൂരം പോയി കാണാറ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ശരിക്കും അത് ആഘോഷിക്കാൻ വേണ്ടി, അങ്ങനെ എന്താ പറയുക, നമ്മൾ പക്ക ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോഴാണ് പൂരത്തിൽ ഇത്തിരി കൂടി ഇൻവോൾവ് ആയി തുടങ്ങിയത്. എന്ത് നടന്നില്ലെങ്കിലും വീടുകളിൽ പട്ടിണി കിടന്നാലും പൂരം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ യുവതലമുറ ഓടി നടക്കും. അവർക്ക് പിന്നെ വീടുമായിട്ട് ബന്ധമില്ല. പൂരം പൊട്ടിയല്ല, പൂരത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയാൽ. ചടങ്ങുകളിലൊന്നും ഒരു മാറ്റമില്ലെങ്കിലും ആകർഷണം ഇപ്പോൾ കുറച്ചുകൂടെ ലൈറ്റുകൾ, മറ്റുള്ള കാര്യങ്ങൾ, അതൊക്കെ വളരെയധികം കുറേ കൂടെ ഭംഗിയാക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് പൂരം, ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പൂരം, അതിൻ്റെ ഒരു ഭംഗി കുറയാതെ എല്ലാം ഓരോ വർഷം തോറും പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചുകൊണ്ട് പുതിയ സംഗതികൾ കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് ഉപദേശക സമിതി നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനാൽ നന്നായി പോകുന്നുണ്ട്. ഓരോ വർഷം പുതുമയാണ്. ഈ ക്ഷേത്രത്തിൽ പൂരം കൊടിയേറി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനകത്ത് കത്തുന്ന വിളക്ക് മുഴുവൻ നെയ്വിളക്കാണ്. മറ്റ് വെളിച്ചെണ്ണ എണ്ണ യാതൊന്നും ക്ഷേത്രത്തിനകത്ത് ഉപയോഗിക്കില്ല. പുറത്ത് ചുറ്റുവിളക്കിന് മാത്രം എണ്ണ ഉപയോഗിക്കും. അപ്പോൾ ഈ നെയ്യ് മുഴുവൻ ഭക്തജനങ്ങളുടെ സംഭാവനയായിട്ട് വഴിപാടായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ വഴിപാട് സ്വീകരിക്കുന്നതിന് ഞങ്ങൾ ഒരു ദിവസം നെയ്യ് സമർപ്പണം ദിനമായിട്ട് വയ്ക്കും. ആ നെയ്യ് സമർപ്പണം അനുസരിച്ച് നെയ്യ് കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസമുള്ളത് ചമയദ്രവ്യ സമർപ്പണം. കുട, നെറ്റിപ്പട്ടം, ചാമരം, മണിക്കൂട്ടം, കോലം, ഈ വക സാധനങ്ങളൊക്കെ ഓരോരുത്തരുടെ വഴിപാടായിട്ട് കിട്ടുന്നുണ്ട്. ഇന്ന പ്രായമൊന്നുമില്ല, എല്ലാ പ്രായത്തിലുള്ളവരും ഇതിൽ മാക്സിമം ഇൻവോൾവ് ആവാൻ ശ്രമിക്കാറുണ്ട്. അതായത് അവരെ കൊണ്ട് പറ്റണ പോലെ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ചെറിയ സഹായങ്ങളായാലും പൂരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, കോട്ടയുടെ കാര്യങ്ങൾ, ചമയം, എല്ലാ കാര്യത്തിനും എല്ലാവരും ഇൻവോൾവ് ആവാറുണ്ട്. ആറാട്ടുപുഴ ദേശക്കാരുടെ മാത്രമല്ല, ലോകം മൊത്തം അറിയുന്ന പ്രശസ്തമായ ആറാട്ടുപുഴ പൂരം, അത് നമ്മൾക്കൊക്കെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് പറയാൻ തന്നെ ഭാഗ്യമുണ്ടായത് വലിയൊരു കാര്യമാണ്. ആറാട്ടുപുഴ ശാസ്താവിനെ പറ്റിയിട്ടും അതേപോലെ പൂരത്തിനെ പറ്റിയിട്ടും. തൃശ്ശൂർ പൂരവും ആറാട്ടുപുഴ പൂരവും തമ്മിലൊരു കമ്പാരിസൺ പറ്റില്ല. പണ്ട് കാലത്ത് പറയും ആറാട്ടുപുഴ പൂരത്തിൻ്റെ പന്തത്തിനുള്ള എണ്ണ ഉണ്ടെങ്കിൽ 100 തൃശ്ശൂർ പൂരം നടത്തുന്നത്, അങ്ങനെ എന്തോ ഒരു ചൊല്ലി പറയണ കേൾക്കാം. തൃശ്ശൂർ വലിയ മൈതാനം ഉണ്ടെന്നൊക്കെ മറ്റേ തേക്കങ്കാട് മൈതാനം
അവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യം ഒറ്റ നോട്ടത്തിലാണ്. അവിടെ ചുറ്റും നടന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ എങ്കിൽ ഇവിടെ നേരെ നിന്ന് പടിഞ്ഞാട്ടും കിഴക്കോട്ടും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പൂരങ്ങളും കാണാൻ പറ്റും. പൊതുവെ ആൾക്കാർക്ക് തൃശ്ശൂരിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ആകെ കൂടെ പെട്ടെന്ന് മൈൻഡിലേക്ക് പോവുക തൃശ്ശൂർ പൂരം, ആ ഒരു ഇതിലേക്ക് പോവുള്ളൂ. ഇപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ആറാട്ടുപുഴ പൂരം കൂടെ ആൾക്കാർ മീൻസ് കേട്ടറിഞ്ഞ് വരുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ. അതേപോലെ തന്നെ കമ്പാരിസൺ ആവില്ല, കാരണം നമ്മുടെ പൂരം എന്ന് പറഞ്ഞാൽ കൂടുതലും ചടങ്ങുകളാണ് വരണത്. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കണ്ടാസ്വദിക്കാം, അങ്ങനത്തെ ഒരു ഇതിലാണ് വരണേ. ഇത് എക്സ്പീരിയൻസ് ആണ് നമുക്ക്. അതായത് ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ കണ്ടാൽ മതി അങ്ങനെയല്ല, ഇത് മസ്റ്റായിട്ട് നമ്മളിപ്പോൾ മസ്റ്റ് വാച്ച് എന്നൊക്കെ പറയില്ല, അതേപോലെ എന്തായാലും കണ്ടിരിക്കണം. അത്രയും നല്ല എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും. പോകെ നമുക്ക് കുറേ സ്ഥലത്തുനിന്ന് ആൾക്കാർ, അതായത് കുറേ ദൂരം നിന്ന് ഇതിന് വേണ്ടിയിട്ട് ലീവ് എടുത്ത് വരുന്ന ആൾക്കാരുണ്ട്. ആറാട്ടുപുഴ എത്തിക്കഴിഞ്ഞ പുണ്യം എന്നാണ് സങ്കല്പം. അത് നമ്മളുടെ ഒരു ആറാട്ടുപുഴ മാത്രമല്ല, ആറാട്ടുപുഴയുമായി ബന്ധപ്പെട്ട് അടുത്തുള്ള ദേശക്കാർക്കും ഇതാണ്. ആറാട്ടുപുഴയോട് ആ പൂര സമയത്ത് ഇവിടെ വന്ന് അതിൽ പങ്കെടുത്ത് ആസ്വദിച്ച് പോവുക എന്നാണ്, പൂരം ആസ്വദിച്ച് പോവുക. അത് വലിയൊരു ഭാഗ്യമാണ്. ആറാട്ടുപുഴ പൂരം വന്ന് കാണാൻ ഭാഗ്യമുള്ളവർ വന്നുപെട്ടാൽ ഒരു വർഷം വന്നു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. അല്പം മേളത്തിൽ താല്പര്യം, ഇതിൻ്റെ പൂരത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ മനസ്സിലാക്കാവുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആ ദിവസം വരുമ്പോൾ ഇവിടെ വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രത്യേക ആവേശമാണ് പൂരത്തിന്. അപ്പോൾ ഈ തലമുറ, പുതിയ തലമുറ ഇതൊക്കെ കാത്തു സൂക്ഷിക്കണം. അത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ പൂരത്തിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം, പൂരത്തെ പറ്റിയുള്ള ചരിത്രം മനസ്സിലാവണം. എങ്കിൽ മാത്രമേ അതിനോട് താല്പര്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അതിനെ സഹകരിക്കാനുള്ള ശാസ്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു.